കേരളത്തിന്റെ സാമ്പത്തിക രംഗം അത്ര പ്രശ്നാവസ്ഥയിൽ അല്ല എന്നാണോ? കടം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കമ്മി എന്ന് പറയുമ്പോൾ റേറ്റിംഗ് ഏജൻസീസിനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ നമ്മൾ ചില പാരാമീറ്റേഴ്സ് ഫോളോ അപ്പ് ചെയ്യണം. ഒന്ന്, നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു മീഡിയം ടേം ഫിസിക്കൽ ഫ്രെയിംവർക്ക് ഉണ്ടാവണം. അപ്പോൾ ഇന്നത്തെ കടം ഭാവിയിൽ ഒരു ത്രെഷോൾഡ് റേഷ്യോ ഒരു 20% ഓഫ് GDP അങ്ങനെ കുറയ്ക്കാനായിട്ട് ഒരു മീഡിയം ടേം ഫ്രെയിംവർക്ക് മുന്നിലുണ്ടെങ്കിൽ ഈ ഇന്നത്തെ കടം വളരെ കൂടുതലാണ് എന്ന് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് വി ഹാവ് എ മീഡിയം ടേം ഫിസിക്കൽ ഫ്രെയിംവർക്ക് ഓൺ ദ ഫ്രണ്ട്. അതിൻ്റെ ഒരു ഗ്ലൈഡ് പാത്ത് മാത്രം ആർട്ടിക്കുലേറ്റ് ചെയ്താൽ മതി. ഈ കടവും കമ്മിയും ഇത്രയധികം പ്രാധാന്യം വരാൻ കാരണം ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസിലെ ഫിസിക്കൽ പില്ലർ അതനുസരിച്ചാണ് നോച്ച് അല്ലെങ്കിൽ പല രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ പെർസ്പെക്റ്റീവിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാക്രോ എക്കണോമിക് ഫണ്ടമെന്റൽസും ഫിസിക്കൽ ഡിസിപ്ലിനും ആവശ്യമാണ്. ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴാണ് ഈ കടം കമ്മി ഇതിൻ്റെ ഒരു അബ്സല്യൂട്ട് എമൗണ്ട് ഒക്കെ ഇത്രയും പ്രാധാന്യം വരുന്നത്. പക്ഷേ ഒരുപാട് രാഷ്ട്രങ്ങൾ കടം ഉപയോഗിച്ച് വളർന്ന ചരിത്രമുണ്ട്. വി ക്യാൻ ഗ്രോ ഔട്ട് ഓഫ് ദ ഡെറ്റ്. ആ ഒരു പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഈ അബ്സല്യൂട്ട് എമൗണ്ടിനെ കുറിച്ച് നമ്മൾ ഫിയർ ചെയ്യേണ്ട കാര്യമില്ല. മറ്റൊന്ന്, ഇന്റർ സ്റ്റേറ്റ് പെർസ്പെക്റ്റീവ്. മറ്റുള്ള സ്റ്റേറ്റ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റീസെൻറ്റ് ഇയേഴ്സിലെ കേരളത്തിൻ്റെ കടബാധ്യത കുറഞ്ഞു വരുന്നുണ്ട്.